നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭദ്രേ നാരായണ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 27 നക്ഷത്രങ്ങളിൽ നാലാമത്തതും ചന്ദ്രന്റെ ഏറ്റവും പ്രിയങ്കരമായ നക്ഷത്രവുമായ രോഹിണിയെ കുറിച്ചാണ്. രോഹിണി നക്ഷത്രത്തിന്റെ രാശി ഇടവമാണ് വരുന്നത്. അധിപൻ ചന്ദ്രനാണ്. ദേവത പ്രജാപതി ബ്രഹ്മാവ്. കാളവണ്ടി അല്ലെങ്കിൽ രഥമാണ് ഇതിന്റെ ഒരു ചിഹ്നം വരുന്നത്. വളർച്ച, ഐശ്വര്യം, ഭൗതിക പുരോഗതി എന്നിവയെ സൂചിപ്പിക്കുന്നു. രോഹിണി എന്നാൽ ചുവന്നവൾ അല്ലെങ്കിൽ ചുവന്ന പശു എന്നും അർത്ഥമുണ്ട്. രോഹിണി നക്ഷത്രക്കാർ പൊതുവെ ആകർഷകത്വമുള്ളവരും സൗന്ദര്യമുള്ളവരുമായിരിക്കും. ഇവരുടെ പ്രധാന സ്വഭാവ ഗുണങ്ങൾ ഇവയാണ്: ആകർഷകമായ വ്യക്തിത്വം, കാഴ്ചയിൽ സൗന്ദര്യമുള്ളവരും ആകർഷകരമായ പുഞ്ചിരിയും കണ്ണുകളുമുള്ളവരുമായിരിക്കും. മാന്യമായ പെരുമാറ്റവും മധുരമായ സംസാരവും ഇവരെ എല്ലാവർക്കും പ്രിയങ്കരമാക്കും. വാത്സല്യവും സ്നേഹവും. ചന്ദ്രന്റെ സ്വാധീനം കാരണം ഇവർക്ക് അഗാധമായ വാത്സല്യവും സ്നേഹവും ഉണ്ടാകും. നല്ല രക്ഷകർത്താക്കളും പരിപാലകരുമായിരിക്കും. കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. കലയോട് വലിയ താല്പര്യം ഉണ്ടാകും. എഴുത്ത്, സംഗീതം, നൃത്തം, ഫാഷൻ, അഭിനയം തുടങ്ങിയ കലാപരമായ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും. ഭവനശക്തിയും സൗന്ദര്യബോധവും കൂടുതലാണ്. സ്ഥിരതയും നിശ്ചയദാർഢ്യവും. ഇവർ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയും കാര്യങ്ങൾ പൂർത്തിയാക്കാൻ അർപ്പണബോധം കാണിക്കുകയും ചെയ്യും. അഡാപ്റ്റബിലിറ്റി, ഉൾക്കൊള്ളാനുള്ള ശക്തിയുണ്ട്. വിശ്വസ്തതയും സത്യസന്ധതയും. പൊതുവെ നേരായ സ്വഭാവക്കാരാണ്. എന്നാൽ ഇവരെ വിശ്വസിക്കുന്നവരെ എളുപ്പത്തിൽ ഇവർ വിശ്വസിക്കുകയും ചെയ്യും. അത് ചിലപ്പോൾ ദോഷമായി ഭവിക്കാം. ഗുരുജനങ്ങളെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നവരും അച്ചടക്കമുള്ളവരുമായിരിക്കും. ചില നെഗറ്റീവ് സ്വഭാവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം. ദുശ്ശാഠ്യവും കോപവും. ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഒരിക്കൽ ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് പിന്മാറാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. ഈ ദുശ്ശാഠ്യം കാരണം പ്രശ്നങ്ങൾക്ക് കാരണമാവാം. അസൂയയും കൈവശാവകാശ വാസനയും. ബന്ധങ്ങളിൽ ഇവർക്ക് അമിതമായ കൈയവകാശ വാസനയും അസൂയയും ഉണ്ടാവാം. ഇത് പങ്കാളിയെ സംശയിക്കാൻ വരെ കാരണമായേക്കാം. വൈകാരികമായി എളുപ്പത്തിൽ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. വിമർശനങ്ങളോട് അമിതമായി പ്രതികരിക്കുകയും ചെറിയ കാര്യങ്ങൾ പോലും പെട്ടെന്ന് കുറ്റകരമായി എടുക്കുകയും ചെയ്യും. ചില കാര്യങ്ങളിൽ മടിയും താമസിപ്പിക്കാനുമുള്ള പ്രവണതയും കാണിച്ചേക്കാം. ശ്രദ്ധ പിടിച്ചുപറ്റാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. തങ്ങളുടെ ആകർഷകത്വം ഉപയോഗിച്ച് കാര്യങ്ങൾ നേടാൻ ശ്രമിക്കാറുമുണ്ട്. പലപ്പോഴും വൈകാരികമായ ഒഴുക്കിൽ തീരുമാനങ്ങൾ എടുക്കുകയും അത് കാരണം ചതിക്കപ്പെടാൻ സാധ്യതയുമുണ്ട്. 30 വയസ്സ് വരെ തൊഴിൽപരമായ കാര്യങ്ങളിൽ ഉയർച്ച താഴ്ചകൾ നേരിടാൻ സാധ്യതയുണ്ട്. തൊണ്ടയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, തൈറോയിഡ്, ജലദോഷം, പനി, കാലുവേദന എന്നിവ ശ്രദ്ധിക്കണം. രോഹിണി നക്ഷത്രക്കാർ അവരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. ദേഷ്യവും ദുശ്ശാഠ്യവും നിയന്ത്രിക്കാൻ മനസ്സിനെ ശാന്തമാക്കുന്ന ധ്യാനമുറകൾ ശീലിക്കുക. പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം മാറ്റാൻ പരിശ്രമിക്കുക. പ്രതിദിനം ഓം ബ്രഹ്മണേ നമഃ എന്ന പ്രജാപതി മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. ചന്ദ്രന്റെയും ശുക്രന്റെയും ദശകളിൽ ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചന്ദ്രശാന്തി ഹോമം, ശുക്രശാന്തി ഹോമം എന്നിവ നടത്തുന്നത് നല്ലതാണ്. പൗർണമി ദിവസങ്ങളിൽ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന പൂജകളോ ദേവീക്ഷേത്രങ്ങളിൽ ദർശനമോ നടത്തുക. കലാപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. രോഹിണി നക്ഷത്രക്കാരുടെ ഭാഗ്യരത്നം പേളാണ്. അനുയോജ്യമായ നിറങ്ങൾ വെള്ള, ചന്ദന നിറം. ബിസിനസ്സിൽ വളരെ ശ്രദ്ധയോടെ മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ആരോഗ്യത്തിനായി പഞ്ചസാരയുടെ ഉപയോഗം നിയന്ത്രിക്കുക. സൗന്ദര്യവും വാത്സല്യവും സർഗശേഷിയും ഒത്തുചേർന്ന രോഹിണി നക്ഷത്രക്കാർ അവരുടെ ദോഷങ്ങളെ മനസ്സിലാക്കി നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ കഴിയും. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു നക്ഷത്രത്തെ കുറിച്ച് സംസാരിക്കാം. നന്ദി, നമസ്കാരം. ഭദ്രേ നാരായണ.